നമ്മൾ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിൽ നട്ട ചിരങ്ങ വിളവെടുക്കാനായിട്ട് വന്നതാണ്. നമ്മളിവിടെയൊക്കെ ചിരങ്ങ എന്ന് പറയും, ചില സ്ഥലത്ത് ചൊരക്കാന്നിട്ട് പറയാ. അപ്പൊ ആദ്യം നമ്മള് ചിരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, പന്തല് നല്ല അടിപൊളിയായിട്ട് ചിരങ്ങൾ നോക്കിതാ ഇവിടെ ഉണ്ട്. അങ്ങോട്ടൊക്കെ നോക്ക്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ നല്ലൊരു ഭംഗിയാണ്. പന്തല് ഇതിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാനുണ്ടോ? അത് ആ സൈഡിലുണ്ട്. ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഇത് ഉണ്ടായതൊക്കെ അടുപ്പിച്ചടുപ്പിച്ചാട്ടോ. ഇതാ ഇവിടെ നോക്കി, നല്ല സൂപ്പർ ചിരങ്ങൾ. കയ്പ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. കയ്പിന്റെ മുകളിലൂടെ വീണ്ടും നമ്മളെ പുതിയ വള്ളി പടർത്തിയാണ്. കയ്പ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ ഗ്യാപ്പിലൊക്കെ ചിരങ്ങ വള്ളി പടർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം നട്ടയിലും നീളം കുറവാട്ടി ചിരങ്ങയ്ക്ക്. പക്ഷെ ഏറ്റവും ഡിമാൻഡ് ഈ ഒരു വലുപ്പത്തിലാണ്. എല്ലാവരും പെട്ടെന്ന് വാങ്ങിക്കുന്നൊക്കെ ഇതുപോലെയല്ല ചിരങ്ങ. അപ്പൊ ഫസ്റ്റത്തെ ചിരങ്ങതാ മുറിച്ചെടുത്തിട്ടോ. അല്ല ഓക്കെ, അല്ല അടിപൊളി ചിരങ്ങ. ചിരങ്ങ നമ്മൾ വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം മൂപ്പാകുന്നതിന് മുന്നേ ഈ ഒരു ലെവലിൽ എങ്ങനെ ചിരങ്ങ നമ്മൾ ഇങ്ങനെ നമ്മൾ നഗ കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓടണം. ഈ ഒരു ലെവലിൽ നമ്മൾ വിളവെടുക്കണം കേട്ടോ. ചിരങ്ങ പെട്ടെന്ന് മൂത്ത് പോകും. എന്താ ചിരങ്ങ, സൂപ്പർ ചിരങ്ങകൾ. നമ്മളിത് നോമ്പിന് കണക്കാക്കി ഉണ്ടാക്കിയതാട്ടോ. നോമ്പിനാണ് ഇവിടെയൊക്കെ ചിരങ്ങയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരല്. ചീരയും ചിരങ്ങയൊക്കെ താളിപ്പേറികൾ ഏറ്റവും കൂടുതൽ എല്ലാവരും നോമ്പിനാണ്. അപ്പൊ അതിന് പറ്റി താളിക്കാൻ നല്ല ബെസ്റ്റാണ് ചിരങ്ങ. എന്തായാലും നോമ്പ് കഴിയുന്നതിന് മുന്നേ നമുക്ക് ചിരങ്ങ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റിൽ എപ്പോഴും ഒരു വലിയ വിലയിൽ നിൽക്കൂല ചിരങ്ങ. അപ്പൊ ഈ ഒരു സമയമൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്ന വില നമുക്ക് കിട്ടുന്ന ചീരക്കും ചിരങ്ങയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ വില വരല് ഞങ്ങളുടെയൊക്കെ നോമ്പിന് തന്നെയാണ്. ശരിക്കും നമ്മളെ നോമ്പ് തുടങ്ങുമ്പോഴത്തേക്കിന് ചിരങ്ങ ആയി കിട്ടണം എന്നുള്ള രീതിക്കാണ് വള്ളിയൊക്കെ ഇതിൽ കയറ്റി വിട്ടത്. അപ്പൊ ആദ്യം ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് അത് ഇവിടെ കണ്ടോ, കുറേ ചെറിയ ചിരങ്ങകൾ കാണാം. ഇതൊന്നും എല്ലാം പിടിച്ചു കിട്ടൂല കേട്ടോ. അപ്പൊ ആദ്യം ഉണ്ടായതൊക്കെ ഒന്നും ചായാതെ പോയി. പിന്നെയാണ് നമുക്ക് ഒരു പകുതി ആയപ്പോഴാണ് പിന്നെ പിടിച്ചു കിട്ടിയത്. അപ്പൊ അതാ അടുപ്പിച്ച് ചിരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി ഇഷ്ടം പോലെ ഇപ്പൊ നമുക്ക് ചാഞ്ഞ് വരുന്നുണ്ട്. അതിലെല്ലാം ഒന്നും പിടിച്ചു കിട്ടുന്നില്ല. പിന്നെ നോക്കുക, ഈച്ചയുടെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഒരു ബെൻഡോ കാര്യമൊന്നുമില്ല. മറ്റു ചിരങ്ങൾക്കൊക്കെ ചെറിയ വളവും കാര്യങ്ങളൊക്കെ വരും പുറത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ. ഇത് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ചിരങ്ങ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. നമ്മൾ നാടൻ ചിരങ്ങേന്റെ അതേ ടേസ്റ്റ് തന്നെ ഇട്ടത്. നാടൻ ചിരങ്ങ ഒരു ഓവൽ ഷേപ്പിലായിരിക്കും. ഇത് കറക്റ്റ് നമ്മുടെ നീളത്തിലായിരിക്കും. ഞാൻ പറഞ്ഞില്ല, നീളത്തിൽ തന്നെ ഇത് അധികം നീളം ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാരും കൂടുതൽ ഇതുപോലുള്ള ചിരങ്ങയ്ക്കും. അതൊക്കെ അതായി വരുന്നേ ഉള്ളൂ. പിന്നെ വള്ളിയുടെ തലപ്പ് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇനി നോമ്പ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വിഷു വരെയൊക്കെ ചിരങ്ങ ഇതിന് വീണ്ടും ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പൊ അതാ ഇത്രയും ചിരങ്ങ നമ്മൾ വിളവെടുത്തിട്ടുണ്ട് കേട്ടോ. ചിരങ്ങ നമുക്ക് കൂടുതൽ വിളവെടുത്ത് കൊടുത്താൽ ചിലപ്പം കറക്റ്റായിട്ട് വിറ്റ് പോകില്ല. അപ്പൊ അത് നോക്കിയിട്ട് നമ്മളെ ഡിമാൻഡൊക്കെ അനുസരിച്ച് എന്നാലും ആയതൊക്കെ നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പർ ചിരങ്ങ. അപ്പൊ ഇനി കുറച്ച് ദിവസം നമ്മളെ ഫാമിലെ പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഇതുപോലുള്ള അടിപൊളി ചിരങ്ങി ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവരും വന്ന് വേഗം തന്നെ വാങ്ങിച്ചോളി. നോമ്പായതുകൊണ്ട് എല്ലാവർക്കും താളിപ്പുകറിക്ക് ഇത്രയും ബെസ്റ്റ് സാധനം വേറെ ഇല്ല.